ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF സമ്പൂർണ്ണ വിജയം നേടും. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ അധികാരത്തിലെത്തുകയും ചെയ്യും. ഈ ചരിത്ര നേട്ടത്തിൻ്റെ പിന്നിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിർണായകമായ പങ്ക് വഹിക്കും. മുന്നണി സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ ചരിത്രം അല്ലെങ്കിൽ റെക്കോർഡിട്ട കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ സ്ഥലങ്ങളിലും A+ നേടും. A+ നേടി വിജയിക്കുകയും ചെയ്യും. LDF നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചുവടുവെപ്പ് കൂടിയാണ്. അത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 3ാം തവണയും LDF അധികാരത്തിൽ വരണം എന്നുള്ളത് ജനവികാരം രൂപപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും. അതിൻ്റെ കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സർക്കാർ ചെയ്ത ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 3 ഫാക്ടേഴ്സാണുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. 1 സർക്കാർ, 2 മുന്നണി സംവിധാനം, 3 സ്ഥാനാർത്ഥികൾ. അത് വെച്ച് നോക്കുമ്പോൾ 1 സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത ക്ഷേമ പദ്ധതികളും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പരിധിവരെ ചെയ്തു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിനുള്ള എല്ലാവർക്കും, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ ഒരു സ്വീകാര്യത സർക്കാർ ലഭിച്ചിട്ടുണ്ട്. മുന്നണിയുടെ കാര്യം പറയുമ്പോൾ കെട്ടുറപ്പോടുകൂടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത്. അതും മാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഏറ്റവും മിടുക്കന്മാരായ അല്ലെങ്കിൽ ഏറ്റവും യോജിച്ച എല്ലാ തരത്തിലും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളാണ് എവിടെ നോക്കിയാലും ഇടതുപക്ഷത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് മാത്രമല്ല, മറ്റ് ജില്ലകളിലെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും, ഇപ്പോൾ കോട്ടയത്ത് എടുത്തോളൂ, ജില്ലാ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ ഏറ്റവും ആദ്യമേ പ്രഖ്യാപിച്ചു. പാലായിൽ ആ പ്രഖ്യാപനം ഒരുമിച്ച് നിന്ന് നടത്തുകയുണ്ടായി. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഒരുമിച്ച് നടത്തുകയുണ്ടായി. മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും ആദ്യമേ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ചർച്ചകൾ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥികളെ സംസ്ഥാനത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. മറുവശത്ത് നമ്മൾ UDFൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പല സ്ഥലങ്ങളിലും ആ UDFൻ്റെ സ്ഥാനാർത്ഥികളില്ല. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ട് റിബലായിട്ട് നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു തകർച്ചയിലേക്കാണ് UDF പോകുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും പല പ്രദേശങ്ങളിലും UDF എന്നുള്ളൊരു മുന്നണിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു വശത്ത് നിൽക്കുമ്പോഴും തീവ്ര കക്ഷികളുമായി, വർഗീയ കക്ഷികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വളരെ പ്രത്യക്ഷമായി നമുക്ക് UDFൽ പല പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും.
മതേതരം കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള വളരെയധികം UDFിലുള്ള ആ നേതാക്കന്മാരുമുണ്ട് മതേതരത്വവുമായി ബന്ധപ്പെട്ട്. അവരൊക്കെ വളരെ നിരാശരാണ്. പലരും പാർട്ടി വിട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും നമുക്ക് അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴുള്ളത്. ഇതാണ് പൊതുവെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യം അത് തന്നെയാണുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ രണ്ടില എന്ന് പറയുന്നത് ഒരു ചിഹ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. രണ്ടില എന്ന് പറയുന്നത് KM മാണി സാറിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു പൊളിറ്റിക്കൽ സിമ്പലാണ്. അന്നും ഇന്നും എന്നും കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരുന്ന ആരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന വ്യക്തികളൊക്കെ അവരുടെ ശ്വാസം നിലച്ചപ്പോൾ അവർക്ക് ജീവൻ കൊടുത്തത് ഈ രണ്ടിലയുടെ തണലിലാണ്. ആ രണ്ടില എവർഗ്രീനായിട്ട് തന്നെ നിലനിൽക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ബാക്കിയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല പ്ലാനിങ്ങോട് കൂടി കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അപ്പം എത്രമാത്രം സീറ്റ് വർധന ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മത്സരിച്ച്? ഇപ്പോഴത്തേക്ക് കണക്ക് അപ്പം നമ്മളെ കണക്കനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെയധികം കടന്ന പ്രാവശ്യം നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി സംവിധാനത്തിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ UDFിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ചുരുങ്ങിയ സമയം മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഇടതുപക്ഷവുമായിട്ടുള്ള അലയൻസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള നീക്കുപോക്കുകൾ നടത്തിയത്. പല സ്ഥലത്തും ചില മേഖലയിൽ നമുക്ക് പ്രയോജനമില്ലാതെ നമുക്ക് ലഭിച്ചു, അവർക്ക് പ്രയോജനമുള്ളത് നമുക്ക് ലഭിച്ചു, ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഏതൊക്കെയാലും ഈ പ്രാവശ്യം കുറച്ച് കാലക്കൂട്ടി നമ്മൾ ചർച്ചകൾ നടത്തി. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 1200 സിസ്റ്റം സീറ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടിലെ ചിഹ്നത്തിൽ നിൽക്കുന്നതും ചില മേഖലയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കുന്നതുമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേൽ 1000-ന് താഴെയായിരുന്നു. ആ തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. മാത്രമല്ല ജയസാധ്യതയും കൂടുതലുള്ള സീറ്റുകളിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉദാഹരണം. കോട്ടയത്ത് തന്നെ ഏതാണ്ട് 470ഓളം സീറ്റുകളിൽ കോട്ടയം ജില്ലയിൽ തന്നെ നമ്മൾ മത്സരിക്കുന്നുണ്ട് ത്രിതല പഞ്ചായത്തിലായിട്ട്. കൂടുതലുണ്ട്, 100% കൂടുതലുണ്ട്. പലപ്പോഴും UDFിൻ്റെ കാലത്തിൽ നമ്മൾ ഒരു സീറ്റ് ലഭിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിബൽ കൂടെ വന്ന് ചേരാറുണ്ട്. അല്ല, അത് ചില മേഖലകൾ ചില പ്ലാനും പൊളിറ്റിക്കൽ ഒരു പ്ലാനിങ്ങും ആവശ്യമാണല്ലോ. ചില മേഖലകളിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു വോട്ടിൻ്റെ സംവിധാനം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് ചില പ്ലാനിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അവസാന നിമിഷം കോൺഗ്രസിൽ നിന്നും അടക്കം ആളുകളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്ന സാധ്യതയുണ്ട്. അതെങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ അടക്കം അത്തരത്തിലൊരു അല്ല, അത് ചില സ്ഥലത്ത് മാത്രമല്ല, വളരെയധികം ആളുകൾ കോൺഗ്രസിൽ നിന്ന് ബ്ലോക്ക് മെമ്പർമാർ, ഇത് ഇന്നലെ വന്നല്ലോ ചിങ്ങവനത്ത്, അവിടെ നിന്ന് അവരുടെ ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് വന്നു, ഇവിടെ വന്നു. പല സ്ഥലങ്ങളും യൂത്ത് കോൺഗ്രസ്സുകാരും ബ്ലോക്കിൻ്റെ മെമ്പർമാരും കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരൊക്കെ വന്നു. വളരെ ഇതിനകത്ത് നമുക്ക് നിങ്ങൾ കാണുന്ന ഒരു വിഷയം ചോദിച്ചാൽ എന്താണ് ജോസഫ് ഗ്രൂപ്പ് ചെയ്യുന്നത്, റിബലായിട്ട് പല സ്ഥലത്തും സെൽഫ് ഡിക്ലെയർ ആയിട്ട് പോയി നിൽക്കുന്നു. ഇതിലൊക്കെ ഒരു ആശയക്കുഴപ്പവും അതുപോലെ തന്നെ മനസ്സ് നൊന്ന് നിൽക്കുന്ന വളരെയധികം കോൺഗ്രസ് പാർട്ടികളുണ്ട്. ഏതൊക്കെയാലും അവർ തീർച്ചയായും പല ആളുകളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല മേഖല ഇന്നും വീട്ടിലെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പേര് പറയുന്നില്ല, അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിലേക്ക് വരാനായിട്ട് ശ്രമം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയാണ്. അത് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും വരുന്നു, പാർട്ടി അവരെ സ്വീകരിക്കുന്നു. അതിനൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരൊന്നുമില്ല. മോനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സാധാരണ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കുടുംബങ്ങളെ എല്ലാവരും ഒക്കെ വോട്ട് പിടിക്കാനായി ഒക്കെ പല സ്ഥലങ്ങളിലൂടെ പോകും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തോ അതെ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ സമൂഹത്തെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആർക്കും വരാൻ അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അതെല്ലാ ഇപ്പം എൻ്റെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ വീട് കയറാനും ക്യാൻവാസ് ചെയ്യാനും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഓരോ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. അവരുടെ സുഹൃത്തുക്കളായിട്ട് വീടുകൾ കയറുന്നു, എല്ലായിടത്തും. അതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പോകുന്നു. രാഷ്ട്രീയത്തോട് വെറുപ്പില്ല. ഞാൻ എപ്പോഴും എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ആരോപണങ്ങളുണ്ടാകാം, അതോടൊപ്പം തന്നെ ചില വീഴ്ചകൾ ചിലപ്പോൾ ഒന്നാകുന്നിരിക്കാം, തെറ്റുകൾ, ചില കുറ്റകൃത്യങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ വ്യക്തമായി ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അവിടെ നിലപാടെടുക്കുക, നിലപാടനുസരിച്ച് ഇപ്പോൾ ആരോപണമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് അന്വേഷണം നടത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൃത്യമായി സർക്കാർ പറഞ്ഞല്ലോ. ഇപ്പോൾ കോടതിയും കൂടി ഇടപെട്ടുകൊണ്ട് കോടതി തന്നെ പറഞ്ഞു SIA സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഏറ്റവും ഉന്നതനായ, ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും പ്രമുഖനായ ടീമിനെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഏതൊക്കെയാണ് ഒരാളെയും സ്പെയർ ചെയ്യില്ല. കുറ്റക്കാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. അപ്പോൾ അതാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിന് സ്പെഷ്യലായിട്ട് ഓൾറെഡി ഉണ്ടല്ലോ, പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങോട്ട് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ അവർ തന്നെ തീരുമാനമെടുത്തു, അത് സർക്കാരിനെ അറിയിച്ചു, സർക്കാർ തന്നെ പറഞ്ഞു, അവരുടെ ഒരു സജഷനോട് പറഞ്ഞു, അതനുസരിച്ച് പോകുന്നു. അവിടെ എവിടെയല്ല, എല്ലാം ആരാണെന്ന് നോക്കാതെ, എവിടെയുള്ളതാണോ ഏത് പാർട്ടിയും നോക്കാതെ, ആരാണോ കുറ്റക്കാരൻ അവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കോടിക്കണക്കിന് ജനങ്ങൾ ഭക്തജനങ്ങളുടെ ഒരു വേഷമാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആ നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരെ മുഴുവൻ കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്, ഞങ്ങളുടെ നിലപാട്. അല്ല, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്താണെന്നുള്ളത്. അത് ഫൈമാഫേസി ആയിട്ട് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യും. അത് എന്താണെന്നുള്ളത് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നടപടി എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ പോലും സ്പെയർ ചെയ്യില്ല, അതിന് സംശയമില്ല. അതുകൊണ്ടാണല്ലോ കൃത്യമായി ഓരോ ദിവസവും നമുക്കൊരു ഗ്യാപ്പ് പോലും കാണുന്നില്ല. കുറ്റക്കാരെന്ന് സംശയമുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് ആണ് ഉത്തരവാദിത്വം പറയേണ്ടത്. രാഹുലിൻ്റെ MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉത്തരവാദിത്വം പറയട്ടെ. പക്ഷെ ഇപ്പോൾ കാണുന്ന ഇരക്കെതിരെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഒരു വേട്ടയാടുന്നതാണ്. അത് ക്രൂരമാണ്. തീർച്ചയായും പരിശോധിക്കട്ടെ. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോകണം. രാഹുൽ ഒരിക്കലും തന്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി അല്ലെങ്കിൽ തന്റെതല്ല ഓഡിയോ സംഭാഷണം അല്ലെങ്കിൽ ചാറ്റ് വിവരങ്ങളൊന്നും ഒരിക്കലും അത് തിരുത്തിപ്പറയാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ട് രാഹുൽ കുറ്റക്കാരനായതുകൊണ്ടല്ലേ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നിയമകാര്യങ്ങളിലേക്ക് പോകുന്നു. അത് പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം ആ തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് രണ്ട് തട്ടിലാണ് ഇരിക്കുന്നത്. അവരുടെ തീരുമാനമെടുക്കേണ്ട MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് അവരെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിനു പകരം മാധ്യമങ്ങളിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ അവരെ ആക്രമിക്കുന്നത് ശരിയാണോ? വലിയൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. അല്ല, അത് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ്. തീർച്ചയായും അതൊരു ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ജനങ്ങൾ അങ്ങനെയുള്ള സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇങ്ങനെയുള്ള ഈ കേസുകളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്നതാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്നതും വളരെ വ്യക്തമായിട്ടൊക്കെ പല ചർച്ചകളൊക്കെ ഇതിനെപ്പറ്റി നടന്നു. ഞാൻ പറഞ്ഞ നിയമമുണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ, ആ വഴിക്ക് പോട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഇവിടെ നടത്താൻ ഞാൻ ആരുമല്ല.
അല്ല, ഞാൻ ആ ജഡ്ജ്മെന്റ് നടത്താൻ ആരുമല്ല. ഒന്ന്. രണ്ട്, തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടി നിലപാടെടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഈ പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ UDF സ്ഥാനാർത്ഥിയും നിർത്തുന്നില്ല. ഒരാളാണെങ്കിൽ ഒത്തുതീ ആരോപണം നേരിടുന്ന ആൾക്കൂടിയാണ്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവർക്കെതിരെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാതെ അല്ല, ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, പല സ്ഥലത്തും സ്ഥാനാർത്ഥികളില്ല, പല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, പല സ്ഥലത്തും BJPയുമായി ബന്ധപ്പെട്ട ചില അന്തർധാര ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ മുത്തൂരിലാണെങ്കിലും കിടങ്ങൂരിലാണെങ്കിലും അതൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് അവിടെ ഭരണം നടന്നത്. BJPയുമായി ബന്ധപ്പെട്ട് അവിടെ ഭരണം നടക്കുന്നത്. ഇവിടെയും ആ ഒരു 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 ബോധപൂർവമായ സ്ഥാനാർത്ഥികളെ നിർത്താതെ അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ഈ UDF എന്ന് പറയുന്ന ഒരു പാനൽ ഇല്ലല്ലോ, അപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ല. അതിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത്, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ ബിനു പുളിക്കകണ്ഠം നേരത്തെ CPM-ലായിരുന്നു, പിന്നീട് അതിനിടെ CPM-ൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇപ്പോൾ തിരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് വീണ്ടും സ്ഥാനാർത്ഥിയായി CPM-ന്റെ ഭാഗമായി നിന്ന് മത്സരിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് തടസ്സം നിന്ന് കേരള കോൺഗ്രസ് എമ്മാണ്. ജോസ് കെ മാണി ഇതിനകത്ത് ഇടപെട്ടിരുന്നു. CPM ആണ് തീരുമാനിക്കേണ്ടവരെ എടുക്കണോ വേണ്ടോ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു, അവിടുന്ന് മാറി BJP നിയോജകമണ്ഡലം പ്രസിഡന്റായിരുന്നു, അവിടുന്ന് CPM-ലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അവരെ എടുക്കണോ വേണ്ടോ, സ്ഥാനാർത്ഥിയാക്കണോ എന്നുള്ളത് CPM തീരുമാനിക്കേണ്ടത്, അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമല്ല. അല്ല, ഞങ്ങൾക്ക് അതിനകത്തൊരു ബിസിനസ്സും ഇല്ല. അതിനകത്തൊരു ബിസിനസ്സും ഇല്ല. ആരെ വേണമെങ്കിലും CPM ആക്കട്ടെ. അതിനകത്തുള്ളതും ജയസാധ്യതയുള്ളതും അവരുടെ പാർട്ടിയുടെ വളയത്തിനകത്ത് നിൽക്കുന്നവരും ആകണമല്ലോ. അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നില്ലല്ലോ. ഈ ക്രൈസ്തവ സമുദായത്തിനിടയിലേക്ക് BJP ഒരു സ്വാധീനം കോട്ടയത്ത് ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പലപ്പോഴും കൂടുതലായിട്ട് ക്രൈസ്തവർ സ്ഥാനാർത്ഥികളെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ BJP സാധിച്ചു പാർട്ടി കേട്ടോ. അങ്ങനെ ഒരു സ്വാധീനം കേൾക്കാൻ കഴിഞ്ഞു എന്ന് സ്വാധീനം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞു എന്ന് പാർട്ടിയിൽ വിലയിരുത്തുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു വിലയിരുത്തലില്ല. പിന്നെ ചില മേഖലയിൽ നിന്നൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷേ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് വലിയ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്തവരെ ചിലവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ UDF അന്തർധാരയുണ്ടല്ലോ BJP പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ വല്ലതും കൂട്ടുപിടിച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ കോട്ടയം ജില്ലയിൽ BJP 2 പഞ്ചായത്തുകളിലൊന്നാണ് മുത്തോലി. മുത്തോലിയിൽ ഇത്തവണ തിരിച്ചടി ഉണ്ടാകും BJP. അല്ല, മുത്തോലിൽ ഈ പ്രാവശ്യം യാതൊരു സംശയവുമില്ല LDF അധികാരത്തിൽ ആ പ്രാദേശിക പ്രദേശത്ത് വരും. അങ്ങനെ വിഷയമില്ല. അത് കിടങ്ങൂരും വരും. താങ്കൾ പറ, ജോസ് കെ മാണി ഇനി വേറെ നിലപാടെടുക്കണോ? ഞാൻ പറഞ്ഞത് അത് അതിന് വീണ്ടും ഞാൻ അതിനകത്ത് വീണ്ടും എൻ്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. താരതമ്യം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു തിരുത്തൽ ശക്തിയായി, ഒരു നിർണായക ശക്തിയായി കേരള കോൺഗ്രസ് എം നിൽക്കുകയാണ്. അത് കേരള കോൺഗ്രസിനെ ഏതെങ്കിലും മുന്നണി ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള നന്ദി ഞങ്ങൾ പറയുന്നു. പക്ഷേ അത് കേരള കോൺഗ്രസിനുള്ള ഒരു സ്വീകാര്യതയാണ്. അത് കേരള കോൺഗ്രസിനുള്ള ഒരു ശക്തിയാണ് അത് തെളിയിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടെടുത്തത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ, ഒരു കാരണവുമില്ലാതെ കേരള കോൺഗ്രസ് പാർട്ടിയെ UDF 40 വർഷം അവരോടൊപ്പം നിന്നതാണ്. ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ചില വ്യക്തികൾക്കുണ്ടെങ്കിലും അതിപ്പം മുമ്പേ പറഞ്ഞ പോലെ, ഇലയുടെ കാര്യം പറഞ്ഞ പോലെയൊക്കെ ഉള്ളതാണ്. അവരപ്പോൾ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. നല്ലവരായ കോൺഗ്രസ് പാർട്ടി ദുഃഖിക്കുന്നുണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുകയല്ല. പക്ഷെ ചില വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ഞങ്ങളെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ 2-3 മാസക്കാലം വെയിറ്റ് ചെയ്തു. തിരിച്ച് സ്വീകരിക്കുന്നില്ല എന്നറിഞ്ഞു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. ആ ഭാഗമായതിനു ശേഷം ഞങ്ങൾ വ്യക്തമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അവിടെ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരള കോൺഗ്രസിൻ്റെ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ഈ മേഖലകളും കൂടുതൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ചില നീക്കുപോക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിയമ ഭേദഗതി, ഇപ്പോൾ നമ്മൾ പട്ടയവുമായി ബന്ധപ്പെട്ടായിരിക്കാം, വന്യമൃഗത്തിൻ്റെ ആ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതി ഇവിടെ നടത്തിയതായിരിക്കാം, കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത്
അസംബ്ലി നിയമസഭയ്ക്കകത്ത് ഞാൻ അന്ന് ഓർക്കുന്നുണ്ടെന്ന് കേന്ദ്രത്തിൽ ആ നിയമം വന്നപ്പോൾ ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കി അസംബ്ലിക്കകത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്ന കാര്യത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ EWSൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല 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 കാര്യങ്ങൾ. ഇപ്പോൾ റേഷൻ കാർഡ്, സന്യസ്തർക്കുള്ള റേഷൻ കാർഡ് എടുത്ത് മുനമ്പത്തിൻ്റെ വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുകയുണ്ടായി. അപ്പോൾ ഒരു ആശ്വാസത്തിൽ വന്നിരിക്കുന്നു. കോടതി വഴിയാണെങ്കിലും റവന്യൂ വകുപ്പ് അതിൻ്റെ ടാക്സ് ഇപ്പോൾ ഏറ്റെടുക്കാനുള്ള തീരുമാനമായി. അങ്ങനെ എത്രയോ കാര്യങ്ങൾ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 150 നിന്ന് 200 രൂപയാണ്. ഇതിലെല്ലാം ഓരോ വിഷയത്തിലും അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഇപ്പം ഞാൻ തീരദേശത്തുള്ള പ്രദേശങ്ങൾ കേരള കോൺഗ്രസ് വളരെയധികം പ്രതിദാനം ചെയ്യുന്നൊന്നുമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഇവിടെയും ഇതുമായി ഇടപെട്ടതും അതിൻ്റെ നിയമ ഭേദഗതി വേണമെന്നും അത് പ്രസന്റ് ചെയ്തതും അവിടുത്തെ പ്രൈവറ്റ് മെമ്പർ ബില്ലിലേക്ക് കൊടുക്കുകയും ചെയ്ത കേരള കോൺഗ്രസ് എന്നാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളും അല്ലെങ്കിൽ മുനമ്പത്തിലുള്ള ആളുകളും ഒക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ, പ്രതീക്ഷയുടെ പേരിലാണ് നമ്മൾ ഇടപെടുന്നുണ്ട്, സത്യസന്ധമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമരം നടത്തി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ല, ആ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യമേ അതിനെ വെടിവെച്ച കൊല്ലം ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളത് കേരള കോൺഗ്രസ്, അന്നും ഇന്നും എന്നും. അപ്പോൾ ആ നിയമ ഭേദഗതിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഇത് 10 ലക്ഷം രൂപ കൊടുക്കുന്ന നമ്മുടെ കോമ്പൻസേഷൻ കൊടുക്കും. അതിനകത്ത് ഒരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത് ഒന്നുമല്ല, ഈ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 8-9 മാസക്കാലം മുമ്പ് MLA എല്ലാം ഡൽഹിയിൽ പോയി അവിടുത്തെ മന്ത്രി വനംവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച് ഒരു ഭേദഗതിയിൽ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ നമുക്കറിയാം ഒരു 2 വർഷക്കാലം വരെ കനമലയിൽ 2 കാട്ടുപോത്ത് വന്ന് ഒരു 2 കർഷകരെ കുത്തിക്കൊന്നു കഴിഞ്ഞ് 2 ദിവസം ഇത് റോംബ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കളക്ടർ അവിടെ പത്രസമ്മേളനം നടത്തി നിങ്ങളുടെ മുമ്പിൽ വെച്ചു അതിനെ വെടിവെച്ച് കൊല്ലാനാണ്. പക്ഷെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞോ? ഇല്ല, നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിൽ അതിനകത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാം. ഒരു ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ, ഒരു ടെററിസ്റ്റ് വരുമ്പോൾ അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഷൂട്ട് എ സൈറ്റ് തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കഴിയൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് എത്രമാത്രം സർക്കാരുകൾ, ഇത് സംസ്ഥാന സർക്കാർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുള്ള അല്ലെങ്കിൽ തമിഴ്നാടോ ആന്ധ്രയോ ഒക്കെ അതിനെ എത്രമാത്രം അത്രയും ശ്രദ്ധയോടുകൂടി അത് വീക്ഷിച്ചു എന്നെനിക്കറിയില്ല. പക്ഷെ ആ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതാണ്. തെരുവ് നായുടെ വിഷയത്തിൽ കൃത്യമായ സ്റ്റാൻഡ് MP-മാരുടെ കോൺഫറൻസിൽ വെച്ച് എല്ലാ ഉദ്യോഗസ്ഥരും ഇരിക്കുമ്പോഴും അവിടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ആ തെരുവ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം, ഇല്ലെങ്കിൽ കൂട്ടിലടയ്ക്കണം. പേവിഷ ബാധിച്ച ആ നായകളാണെങ്കിൽ അതിനെ കൊല്ലണം. ഇപ്പൊ പക്ഷിപ്പനിയും പന്നിപ്പനിയും വരുമ്പോൾ അതിനെയെല്ലാം കൊല്ലുന്നില്ലേ? അതിന്റെ ചുറ്റുപാടുമുള്ള ഇങ്ങനെയുള്ള സ്ട്രോ ഡോഗ്സിനെ എല്ലാം അതിനെ പിടിച്ച് കൊല്ലേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? അതിന് വേണ്ടത് ക്രൂവൽറ്റി അഗൻസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ എന്നുള്ള നിയമം, കേന്ദ്രത്തിന്റെ നിയമമുണ്ട്. ആ നിയമത്തിൽ എങ്ങനെ ഭേദഗതി വരുത്താം? ഞാൻ അവിടെ വെച്ച് സൂചിപ്പിച്ചു, ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഡൊമസ്റ്റിക് ആനിമൽ ക്രൂവൽറ്റിയുടെ കീഴിലാണ് വന്നത്. പക്ഷെ ഒരു സ്പെഷ്യൽ ആക്ട് വെച്ചിട്ട് പ്രസിഡന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നിരന്തരമായ സോഷ്യൽ ഇഷ്യൂസിൽ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കർഷകന്റെ പ്രശ്നമായാലും, അത് ബഫർ സോൺ ആയാലും, അത് പട്ടയത്തിന്റെ വിഷയമായാലും, അത് ഇപ്പോൾ വരുന്ന വന്യമൃഗത്തിന്റെ വിഷയമായാലും, വനഭേദഗതി നിയമം കൊണ്ടുവരുവാൻ വന്നപ്പോൾ അതിന്റെ എതിർത്ത വിഷയമായാലും, കടൽ ഖനനത്തിന്റെ വിഷയമായാലും, ഈ ന്യൂനപക്ഷത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അവർക്കുള്ള പീഡനത്തിന്റെ വിഷയമായാലും, ഛത്തീസ്ഗഡിലുണ്ടായ വിഷയമായാലും, അവിടെ എല്ലാം കേരള കോൺഗ്രസ് ഓടിച്ചെന്ന് അവിടുത്തെ വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ പോയി ഒന്ന് കണ്ടിട്ട് പോരുകയല്ല, അല്ലെങ്കിൽ ഒരു സമരം നടത്തിയിട്ട് പോരുകയല്ല, അത് നിരന്തരമായി അതിനുള്ള പരിഹാരം മാർഗം കൂടെ പറഞ്ഞാണ് പോയിരിക്കുന്നത്. അതാണ് അപ്പുറം ലഭിക്കുന്ന സ്വീകാര്യത. അല്ല, അതൊരിക്കലും അങ്ങനെ ഒരു നിയമത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഞാൻ എൻ്റെ വാർത്തയും കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട്. വിശാലമാകും എന്ന സംശയമൊന്നുമില്ല. നോക്കട്ടെ. MLA അത് ജനങ്ങളല്ല തീരുമാനിക്കും. തല പിടിച്ചു പിടിക്കും, ജനങ്ങൾ തീരുമാനിക്കും.
അതിനൊന്നും സംശയമില്ല. കാലായും തിരിച്ചു പിടിക്കും, കടുത്തുരുത്തിയും തിരിച്ചു പിടിക്കും, ചാലക്കുടിയും തിരിച്ചു പിടിക്കും, പെരുമ്പാവൂർ തിരിച്ചു പിടിക്കും. അംഗമായിരിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്നാണ് ചോദിച്ചത്. അത് പാർട്ടി തീരുമാനിക്കുമല്ലോ, നാളെ തീരുമാനിക്കും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഏതാ? വിട്ട് ഇങ്ങോട്ട് വരാൻ പാല നമ്മുടെ സ്വന്തം സ്ഥലമല്ല, നമ്മൾ വിട്ട് ഓടേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ പാല. അതെ, നമ്മുടെ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നു, ഇനി അങ്ങോട്ട് പോകാൻ. LDF-ൽ നല്ല പരിഗണന കിട്ടുന്നുണ്ടെന്ന് അന്ന് പറയുന്നത്. അതേസമയം LDF-ൽ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല എന്ന് CPI പറയുന്നു. LDF-ൽ മുന്നണി ഒരു രണ്ടാം കക്ഷിയായിട്ട് കേരള കോൺഗ്രസ് കൂടുതൽ ശക്തി ആർജിക്കുന്നുണ്ട് എന്ന് നമുക്ക് വരികൾക്കിടയിലുള്ള വായിച്ചല്ലോ. അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ട്, CPIക്ക് CPIയുടെ സ്പേസ് ഉണ്ട്, CPM നമ്പർ 1 പാർട്ടിയായിട്ടുണ്ട്. ഞങ്ങൾ ഉള്ള പാർട്ടി ഞങ്ങളുടെ സ്പേസ് വളർത്താനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിപുലീകരിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ആ സ്പേസിൽ അത് CPIയുടെ സ്പേസിലേക്ക് ഞങ്ങൾ കയറുന്നില്ല, CPI ഞങ്ങളുടെ സ്പേസിലേക്കും കയറുന്നത്. രണ്ടും നിങ്ങൾക്കറിയാമല്ലോ, രണ്ടും വ്യത്യസ്തമായ ഒരു സ്പേസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ശല്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതുകൊണ്ട് നമുക്കുള്ള സ്പേസിൽ അതിന് ശക്തി ആർജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും, ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ചെന്നെത്താത്ത മേഖലയിൽ പോലും അവിടുത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയാണല്ലോ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ കഴിഞ്ഞ 6 വർഷത്തെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ പൊതുവേ പറയുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരാൾ പോലും പോയിട്ടില്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ. മറ്റ് പാർട്ടികളൊന്നും ഇപ്പോൾ ഇലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എത്ര പേര് പോയി എന്നുള്ളത് നിങ്ങളെടുത്ത് പരിശോധിക്കണം. 2, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് കുറേ പേര് അന്ന് പാർട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ അപ്പുറത്തുണ്ട്. ഞാൻ ആരെയും കൊച്ചായിട്ട് പറയുകയല്ല. അവരെത്രമാത്രം അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുകൊണ്ട് ഒന്ന് ചോദിക്കണം. അവർ എത്രമാത്രം ഏത് രീതിയിൽ അവരെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ വിഷയങ്ങളും ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾ മുഴുവൻ ജില്ലാ പ്രസിഡന്റുമാർ ചർച്ച നടത്തുകയാണ്, ഒരുമിച്ച് ഒരേ സമയത്ത് ഓഫീസറുടെ സെക്രട്ടറിയുമായിട്ട്. കഴിഞ്ഞ 2 മാസക്കാലമായി അവിടുത്തെ കോർ കമ്മിറ്റി ആരാണ് ചർച്ച ചെയ്യാൻ പോകുന്ന മണ്ഡലം തലത്തിൽ, നിയോജകമണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ പോകേണ്ടത് മുഴുവൻ ലിസ്റ്റും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതൃത്വവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തന്ന് അവരാണോ ചർച്ചയ്ക്ക് പോകേണ്ടതെന്നൊന്ന് സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ തീരുമാനമെടുത്ത് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇനി നമുക്ക് പ്രതിദാനം ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും അവിടെ ഒരു സീറ്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായി അവിടെ LDF-ന് കിട്ടാത്തൊരു ജില്ലാ പഞ്ചായത്ത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകി. കേരള കോൺഗ്രസ് പാർട്ടി അവിടെ വിജയിച്ചു. കാസർഗോഡ് കല്ലാർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ജയിക്കാത്ത സ്ഥലത്ത് ഞങ്ങൾ നിന്നു, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ജില്ലാ പഞ്ചായത്ത് എല്ലാ ജില്ലകളിലും UDF-ലായപ്പോൾ അങ്ങനെ എല്ലാ ജില്ലകളിലും ഇതുവരെ കിട്ടിയിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ജില്ലകളിലും കിട്ടി. മിക്കവാറും ജില്ലകൾ 2ഉം ഇവിടെ ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട 2 കിട്ടി, അവിടെ ഇടുക്കിയിൽ 4 കിട്ടി, എറണാകുളത്ത് 2 കിട്ടി. ഇതെല്ലാം നമുക്ക് പലപ്പോഴും ചിലപ്പോൾ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആ പഴയ ടൈപ്പിൽ വിജയിക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ കോമ്പിനേഷൻ ചെല്ലുമ്പോൾ ജയിച്ചെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വിഷയം അതിൻ്റെ പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ അതിനൊരു പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയത്തിൽ പോയി ഒരു പത്രസമ്മേളനം നടത്തി, ഒരു സമരം നടത്തി, ഒരു ഫോട്ടോ ഇട്ടിട്ട് അങ്ങ് പോവല്ല. ഓരോ കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എടുത്ത് നോക്കിക്കുക, അവിടെ കൃത്യമായ ഞങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വന്യമൃഗത്തിൻ്റെ ആക്ട് വന ഭേദഗതി നിയമം വന്നു. അതിനകത്ത് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കാൻ പാടില്ല, അത് പാസ്സാക്കാൻ പാടില്ല. പക്ഷെ അതിനെപ്പറ്റി ചർച്ചകൾ വന്നപ്പോൾ ആ ചർച്ച കൃത്യമായി പഠിച്ച് നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ അത് പിൻവലിച്ചു. ബഫർ സോണുമായി ബന്ധപ്പെട്ട് റിമോട്ട് സെൻസിങ്ങൾ അതിൻ്റെ ഇൻവെൻട്രി എടുക്കാൻ, എത്ര മരമുണ്ട് വീടുണ്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമാകില്ല. അത് കൃത്യമായി ഗ്രൗണ്ട് ലെവൽ എടുക്കണം. അസംബ്ലിക്കകത്ത് ചർച്ച വന്നപ്പോൾ പ്രതിപക്ഷം തന്നെ പറഞ്ഞു അത് കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ടല്ല ഇപ്പോൾ CPM അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണോ നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അത് നമ്മുടെ ആത്മാർത്ഥമായ ഒരു ശ്രമമാണ്. നടന്നില്ല, അവർക്ക് വേണ്ടി, ആ ജനവിഭാഗത്തിന് വേണ്ടി, ആ വിഷയത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്.
പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഒരു 90% കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്, കേരള കോൺഗ്രസും കാണുന്നത്. അവിടെ ഏതെങ്കിലും ഒരു വോട്ട് നോക്കിയോ അല്ലെങ്കിൽ വിജയം നോക്കി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം തീരുമാനം ഞങ്ങൾക്ക് എടുക്കാമല്ലോ, അതൊന്നുമല്ല. ഒരു നിലപാടെടുത്തു, ആ നിലപാടനുസരിച്ച് പോകുന്നു. സംഘയുടെ പരാജയം കഴിഞ്ഞ 5 വർഷക്കാലം പാലായിലെ വികസന രംഗത്ത് വലിയ നഷ്ടമാണെന്ന് ഫലപ്രദമായ പദ്ധതികളും അവിടെ നിന്നു പോയിട്ടുണ്ട്. അത് മത്സാരം തന്നെ തുടങ്ങി 90% പൂർത്തീകരിച്ച പദ്ധതികൾ, അതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതിനകത്ത് ഞാൻ തടസ്സം വെച്ചു എന്നൊക്കെ പല കാര്യങ്ങളും പറയും. ഒരു കാര്യമുള്ളത്, എപ്പോഴും ഒരു നിയമസഭ ഒരു ജനപ്രതിനിധിക്ക് എപ്പോഴും ഒരു ലോക്കൽ സ്റ്റാറ്റിംഗ് ഉണ്ട്. സെൻട്രലിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിൽ കൂടുതലും ഒരു MP ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കുറച്ചുകൂടെ ഒരു റിലാക്സ് ചെയ്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കാണും ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. പക്ഷെ മറ്റ് ബൃഹത്തായ പദ്ധതികൾക്കൊക്കെ എപ്പോഴും അത് പാലാന്നുള്ളതല്ല, എവിടെയാണെങ്കിലും ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകാം, അതല്ലാതെയുള്ള ചിലപ്പോൾ ഒരു റോഡുമായി അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡിങ് വരുന്നത് ഒരു MLAക്കാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പല പല പദ്ധതികൾ, പാലായിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ അത് നിശ്ചിതമായി കിടപ്പുണ്ട്. ഞാൻ ഏതെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കി പറയുന്നതെന്ന് പറയും. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പലയതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഒരു മോഡലായിട്ട് നിന്നിരുന്നു. അത് വീണ്ടും അങ്ങനെ തന്നെ നിൽക്കണം. ഏറ്റവും കൂടുതൽ സമാധാനത്തോടുള്ള, ഒരിക്കലും ഒരു വർഗീയ വിഷയം ഉണ്ടാകാത്ത ഒരു പ്രദേശമാണ്. ഇന്ന് നിങ്ങളെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് സെറ്റിൽ ചെയ്യുന്നതും പ്രായം 60 വയസ്സിലൊക്കെ ഒരു ഗ്രൂപ്പ്, ഞാൻ കമ്മ്യൂണിറ്റി പറയാം, 60 വയസ്സ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ഇപ്പോൾ 25 പേര് വെക്കുന്നു, അപ്പുറത്തൊരു സിംഗിൾ കിച്ചണിൽ വെക്കുന്നു. ഞാൻ ഉദാഹരണം ഇഷ്ടം പോലെ പറയാം. അവരെല്ലാം കാണുന്നത് ഈ ഒരു വികസനവും ഡെവലപ്മെൻറ്റും മാത്രമായിട്ട്. അതിൽ നിന്ന് നമ്മൾ നേടിയ ആ നേട്ടം മറ്റ് മോഡലായിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഡൽഹിയിൽ നിന്നും മലയാളികൾ, പത്രക്കാർ ശബരിമലയിൽ പോകുമ്പോൾ, പാലായിക്കൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുകളുണ്ട്. ഞാൻ ആ സെൻട്രൽ ഹാളിൽ ഇരുന്ന പലരും, അത് മനോരമ, മാതൃഭൂമി, കേരളമതി, ദീപി, എല്ലാ പത്രങ്ങളിലും മാധ്യമവും ഒക്കെ ഉള്ളവരൊക്കെ പറയും. അവരുടെ പല ആൾക്കാരും കൂടെ ഉണ്ടല്ലോ. അവൾ ഇവർ പറയുമ്പോൾ എത്രയോ വികസിച്ച്, എത്രയോ മനോഹരമാണ് എന്നുള്ളത്. ആ വാക്കിൽ നിന്ന് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലും നിയമസഭാ മണ്ഡലങ്ങൾ നമ്മളെ ഓവർടേക്ക് പോകാതെ, കാരണം നമ്മൾ മുന്നിൽ നിൽക്കുക, നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടെ ഞാൻ കൊണ്ടുവന്ന IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഒരിക്കലും ഒരു തരത്തിൽ പറഞ്ഞാൽ കോട്ടയത്ത് ഒരു 99% ആളുകൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 300 കോടി രൂപയുടെ ഒരു പ്രസ്ഥാനം MHRDയുടെ കീഴിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കീഴിലുള്ളതാണ്. 18 സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, IIT പോലെ തന്നെ ആ JEE എക്സാം, മെയിൻ എക്സാം എഴുതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും റാങ്ക് കൂടിയവരെയാണ് പ്ലേസ്മെൻറ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് എത്ര കുട്ടികളുണ്ടെന്നറിയാവോ? കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് 2500 കുട്ടികളാണ് അവിടെ ഉള്ളത്. ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. വടവൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ഓർത്തോണം. അവിടെ വേറെ ഒന്നുമില്ല, കുറച്ച് റബ്ബറും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. 50 ഏക്കറിലാണ് അതുള്ളത്. അവിടെ ഈ 2500 സ്റ്റുഡൻസിൽ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ 3-4 വർഷമായി പ്ലേസ്മെൻറ്റ് മുഴുവൻ പുറത്തുനിന്നുള്ള കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനി വന്ന് സെലക്ട് ചെയ്ത് 75 ലക്ഷം രൂപ, 60 ലക്ഷം, 65 ലക്ഷം രൂപ ഒരു വർഷം ആനുവൽ പേ ആയിട്ട് സാലറി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മാസം 5 ലക്ഷത്തിൽ കൂടുതൽ സാലറിയാണ് അവിടെ കൊടുക്കുന്നത്. ഇന്ന് നമ്പർ 1 ആയിട്ട് ഈ 18 IIIT ഇന്ന് കേരളം, അതൊരു പാലാന്നുള്ള കേരളത്തിലെ ഈ IIIT, കോട്ടയത്തെ പാലായിലെ വലവൂരിലെ IIIT നിൽക്കുന്നു റാങ്ക് 1. എങ്ങനെയാണ് ആ റാങ്ക്? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് ഫാക്കൽറ്റീസ്, നമ്പർ ഓഫ് റിസർച്ച് വർക്ക് ഡൺ. ഇന്ന് സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് എന്ന് പറയും, 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് പാരാമിലിറ്ററി ഉണ്ട്, അതിനകത്ത് നേവി ഉണ്ട്, ആർമി ഉണ്ട്, ഇതിൻ്റെ ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. ഇവരുടെ ട്രെയിനിങ് നടക്കുന്ന 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ ദിവസവും ട്രെയിനിങ് നടക്കുന്ന ഈ ആർമിക്കാരൊക്കെ വരുമ്പോൾ, ഉദ്യോഗസ്ഥർ വരുമ്പോൾ, അത് അവിടെയാണ് നിരന്തരമായ IIITയിലാണ്. കഴിഞ്ഞ ഒരു 3 മാസക്കാലം മുമ്പ് ബഹുമാന്യനായ കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് അവിടെ വന്നു. ചിലപ്പോൾ പത്രത്തിലൊക്കെ പിറ്റേ ദിവസമായിരിക്കും ഇറങ്ങുന്നത്. കാരണം അത് നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ്. ഇന്ന് അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശം മുഴുവൻ
ഒരു ജീവിതമാർഗമായി മാറിയിരിക്കുക. കാരണം ഒത്തിരി പേര് വരുന്നു, ഒത്തിരി പേര് 500ഓളം ആളുകൾ പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കുന്നു. അവിടെ പോയി വ്യാപാരികളോട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പാലാ വ്യാപാരിയോട് ചോദിക്കുക, ഞങ്ങൾക്ക് എല്ലാ ദിവസവും മിനിമം 500ഓളം വരുന്ന കുട്ടികൾ വന്ന് ഷോപ്പിംഗ് 5 മണിക്കും 7 മണിക്കും വെച്ച് നടത്തുന്നു എന്ന് പറയുന്നു. അവിടെ എൻ്റെ ഒരു സ്വപ്നം അവിടെ ഒരു ടെക്നോ സിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പ്രപ്പോസൽ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു, സംസ്ഥാനത്തിന് കൊടുത്തു കഴിഞ്ഞു. അത് കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒരു സ്വപ്നമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇൻ പ്രിൻസിപ്പിൾ അവർ എഗ്രി ചെയ്തു, പക്ഷേ പണം വേണം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ആദ്യമേ 50 ഏക്കറാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചിലപ്പോൾ 10-15 ഏക്കർ എടുത്തിട്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഞാനൊക്കെ പലപ്പോഴും പുറത്തൊക്കെ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഇൻഡസ്ട്രി എവിടെയുണ്ടോ അവിടെയാണ് സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ എടുത്താലും ടിസ്കോ എടുത്താലും XLRI എടുത്താലും ഒക്കെ കാണുന്നത് അവിടെയുള്ള സ്റ്റീൽ പ്ലാന്റ് അതിൻ്റെ മുമ്പിലാണ് ബാക്കിയുള്ള സ്ഥാപനങ്ങൾ വരുന്നത്. ഇപ്പോൾ വരുന്നതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇൻഡസ്ട്രി വരികയാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ അവിടുന്ന് തന്നെ ഈ കുട്ടികളൊക്കെ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഡെവലപ്മെൻറ്റ് ഈ സയൻസ് സിറ്റി വന്നു, അടുത്ത 50 കോടി രൂപയുടെ പ്രപ്പോസൽ വന്ന് അതിലേക്ക് പോവുകയാണ്. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് മുത്തോലിൽ വന്നു. അതുകൂടാതെ നമ്മുടെ ഈ പറയുന്ന ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്കൂൾ, കേന്ദ്ര വിദ്യാലയം ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത് ഇതൊന്നും. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവരണം, കേരളത്തിൽ അത് കോട്ടയത്തേക്ക് കൊണ്ടുവരണം, അത് പാലായിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ലോബിങ് വർക്കുണ്ട്, കേന്ദ്രത്തിലുണ്ട്, ഇവിടെയുണ്ട്. തലയെടുക്കണം. ഈ കുട്ടികളെ ആദ്യത്തെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഈ IIIT ഇവിടുന്ന് പോകുമെന്ന് കേന്ദ്രം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടികളെ മുഴുവൻ അമൽജ്യോതി കൊണ്ട് 1 വർഷം താമസിപ്പിച്ചു. അവരുമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അലയൻസിൽ വന്നിട്ട് അവർ അച്ഛന്മാരോട് പറഞ്ഞു 1 വർഷം എങ്കിലും എടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചു, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അതിനുശേഷം അവർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് തീർന്നില്ല, ബിൽഡിംഗ് തീർന്നില്ല. ഉടനെ തന്നെ ഇവരെ എല്ലാം കൂടെ കൊണ്ടുപോയി ഇത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഞാൻ ഗുലാത്തി കൊണ്ട് താമസിപ്പിച്ചു. ഇതൊന്നും ഇവിടുത്തെ ആളുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ആയുസിന്റെ ശ്രമമാണ് അത് അവിടെ വന്നിരിക്കുന്നത്. ഇനി അവിടെ വരാൻ പോകുന്ന വലിയൊരു, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വന്നു, ഗഡ്കരിക്ക് ഞാൻ ലെറ്റർ കൊടുത്തു. നമ്മുടെ ഈ റോഡ് നമ്മുടെ നമ്മുടെ അങ്കമാലി എന്നുള്ള ശബരിമലയ്ക്കുള്ള റോഡ്, അത് ആ ഭാഗം വരുന്ന അതിൻ്റെ അടുത്തൂടെ വരുന്ന ചേർപ്പങ്കൽ വന്ന് കയറി കൊടുങ്ങൂർ കൂടി പോകുന്നത്, അതൊരു 4 ലൈൻ ആക്കാനുള്ള ഒരു പ്രപ്പോസലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വിഷനോട് കൂടി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത്രമാത്രം ഈ പ്രദേശം ഇത്രയും മാത്രം വളർന്നു നിൽക്കുമ്പോൾ അതിനെയൊക്കെ അത് കാര്യക്ഷമമായിട്ട് ചിലപ്പോൾ ഒരു ഇനി 5% കൂടെ ഉള്ളൂ ഒരു സാധനം തീർക്കാൻ. അത് തീരാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ റിവർ വ്യൂ റോഡ് പാലായിൽ, ഞാനിപ്പോൾ ഒരു പ്രാദേശികമായി ഒന്നും പറയുന്നത് ശരിയല്ല, അതിപ്പം മറ്റൊരു 140 തൂണുള്ള ആ ബിഷപ്പ് ഹൗസിൻ്റെ പുറകിൽ കൂടെയുള്ള ആ ഇത് മാൻസാർ തുടങ്ങി വെച്ച് മരണത്തിന് മുമ്പ് വെറും 5% തീർക്കാവുള്ളൂ. അവിടെ 2 സെൻറ്റ് സ്ഥലം എടുക്കണം, ബാക്കി മുഴുവൻ തീർന്നു കിടക്കുക. 7 വർഷമായി ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുക. എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള എത്രയോ പ്രോജക്ട്സ്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് കൂടെ ബൈപ്പാസിൻ്റെ അവിടെ നിങ്ങൾ ആ മരിയൻ സെൻറ്ററിൻ്റെ അവിടെ ഒരു വീട് കാണും അല്ലേ? ആ വീടെടുത്ത് പോകേണ്ടതാണ്. അതിനുള്ള എല്ലാമായി കേസായിരിക്കാം, പക്ഷെ ഫോളോ അപ്പ് ചെയ്യണ്ടേ? ഞാൻ തടസ്സം നിൽക്കുമോ? എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഉള്ളത് ഫ്രീ ആയിട്ട് സറണ്ടർ ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റേ ഈ കരിയാമാക്കൽ പാലം. അപ്പോൾ പലതും ഇങ്ങനെയുള്ള 100%. ഇപ്പോൾ ഇലവീഴ പൂഞ്ചെറിയും ഇല്ലിക്കക്കല്ല് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർക്കുന്നു, ഞങ്ങൾ UDF ഭാഗമായിരുന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് മുഴുവൻ തീർത്തതും അത് ചെയ്തതും അത് മാൻസാർ ഉള്ളപ്പോൾ അന്ന് വന്ന് ഉദ്ഘാടനം ചെയ്ത് തീർത്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് മന്ത്രിയായിരുന്നു. ആ ഇല്ലിക്കക്കല്ലിൻ്റെ ഭാഗം മുഴുവൻ ഇപ്പോൾ അതിലെ പോയ ഒരു 3000 ആളുകൾ ഒരു ദിവസം വരും. അപ്പോൾ പ്രതിപക്ഷത്തായിരുന്നു ഞാനെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ഒരിക്കലും ഒരാളെ പോലും കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെൻ്റെ പ്രസംഗത്തിൽ കിട്ടും. ഞാൻ ഫാക്ട്സ് പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പാലാ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പുരോഗമനം ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ എത്രയോ 16,000 കുട്ടികളുണ്ട്. അതിൻ്റെ അവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എത്രയോ വലിയ സിന്തറ്റിക് ട്രാക്ക് തകർത്തു. ആ സിന്തറ്റിക് ട്രാക്ക് കിട്ടാൻ വേണ്ടി പുറകെ നടന്നു, അത് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിഹാസങ്ങൾ വരും, അത് നേരിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുനിന്നും വരും ഇപ്പുറത്തുനിന്നും വരും, ഇലയാന്ന് പറയും, ഇതൊക്കെ പരിഹാസങ്ങൾ വരും. പക്ഷേ ആ പരിഹാസമൊന്നും തളർന്നു പോകുന്ന ആളല്ല ഞാൻ. എൻ്റെ ഒരു നിലപാടുണ്ട്. അത് വോട്ട് നോക്കിയല്ല, അത് കേരള കോൺഗ്രസ് പാർട്ടിയെ വളർത്തണം, ജനത്തിനുള്ള പ്രയോജനകരമായ പദ്ധതി നടപ്പിലാക്കണം.
അതെ അത് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം നിന്നപ്പോൾ ഞങ്ങൾ ചെയ്ത ഉദാഹരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ലോക്കൽ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലായല്ലോ, അതാണ് അവർക്കുള്ള പറയും. ഏത് MLA-ക്കും ഉണ്ട്. ഞാൻ അതേമായിട്ട് ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളൊക്കെയാണ്, ഒരു വഴക്കിനും ഞാനില്ല. അതാരോ പറഞ്ഞു ഇച്ചിരി ചെരിഞ്ഞെന്നൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്നുമില്ല. ഈ സന്തോഷം, വിളിച്ചത് സന്തോഷം, കണ്ടത് സന്തോഷം. എല്ലാവരുടെയും സഹകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.